സുഹൃത്തുക്കളെ, നമ്മളെ കൊരട്ടിക്ക് പോകുന്ന ഒരു 10 കോഴിക്കുഞ്ഞുങ്ങളെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട്, ചാരപ്പുള്ളി വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി മാത്രം എടുത്താൽ. നെയ്ക്കിഡ് നെക്കാണ് ഒന്ന്, നെയ്ക്കിഡ് നെക്ക് അല്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നെയ്ക്കിഡ് നെക്ക് അല്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ്, നെയ്ക്കിഡ് നെക്ക് അല്ലാത്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു 3 എണ്ണം. പിന്നെ ഇവരും നെയ്ക്കിഡ് നെക്കല്ല. അപ്പോൾ ഒരു 1 2 3 6 7. ഇതൊരു നെയ്ക്കിഡ് നെക്ക, ഇത് നെയ്ക്കിഡ് നെക്ക, ഇതോ. അപ്പോൾ 3 നെയ്ക്കിഡ് നെക്ക് അല്ലാത്തതും ഒരു 3 നെയ്ക്കിഡ് നെക്കും നെയ്ക്കിഡ് നെക്ക് അല്ലാത്ത 7 എണ്ണം കൂടെ 10 കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത്. ഒരാഴ്ച പ്രായമുള്ളതാണ്. 1000 രൂപയാണ്. സഹജീവി ട്രാൻസ്പോർട്ടേഷൻകാരുടെ കയ്യിലാണ് നമ്മൾ കൊടുത്തു വിടാൻ പോകുന്നത്. കൊരട്ടിയിലായതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് കൊരട്ടി എത്തുമ്പോൾ ഒരു 12 മണിക്കാണ് വണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. 3/4 മണിക്കൂർ 1 മണിക്കൂറാണ് അവർ സമയം പറഞ്ഞിട്ടുള്ളത്. 12 മണിക്ക് വന്നാൽ 12:30ക്ക് വന്നാൽ പോലും 1:30ക്ക് ആൾക്ക് കിട്ടും. നമ്മുടെ കയ്യിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ വാങ്ങുന്നവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 എണ്ണമൊക്കെ ആകുമ്പോൾ ഈ പെട്ടിയിൽ കുഴപ്പമില്ല. ഒരു 25 എണ്ണമൊക്കെ ആകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെട്ടിയിൽ 2 കള്ളിയിൽ തിരിച്ചിട്ട് ഇതുപോലെ കണ്ട എത്ര സ്ഥലം ഉണ്ടെങ്കിലും ഇവരിങ്ങനെ കൂടിയിരിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് ചിലതിന് എൻ്റെ മുകളിൽ ചിലത് കയറിയിരിക്കുമ്പോൾ ശ്വാസം മുട്ടി അതിന് ക്ഷീണം വരും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 1/2 സ്പൂണ് ഗ്ലൂക്കോസിൽ 1/2 ലിറ്റർ വെള്ളം ചേർത്തിട്ട് കുടിക്കാൻ വെച്ച് കൊടുക്കുക. അവർ വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം തീറ്റിയിട്ട് കൊടുക്കുക. തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടാവും. അത് തണുപ്പടിക്കാത്ത രീതിയിൽ കെട്ടിമറച്ച ഒരു കൂട്ടിൽ, നമ്മൾ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് പാരപ്പറ്റിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ മറയൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പ് അങ്ങനെ അടിക്കില്ല. പിന്നെ അത് ഒരു കൂടിൻ്റെ ഉള്ളിൽ വേറെ കൂടിട്ടിട്ടാണ്, ഒരു വലിയൊരു ഹാള് പോലത്തെ ഒരു കൂടിൻ്റെ ഉള്ളിൽ ബ്രൂഡർ ഇട്ടിട്ടാണ് നമ്മൾ വളർത്തുന്നത്. അതും ചണച്ചാക്ക് കൊണ്ടൊക്കെ കെട്ടിമറച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പോരാത്തതിന് ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആൾ അന്തരീക്ഷത്തിലെ തണുപ്പും കൂടെ കണക്കിലെടുത്തിട്ട്, തണുപ്പും കാറ്റും അടിച്ച് കയറാത്ത രീതിയിൽ നല്ല ചൂടും കൊടുത്ത് സുരക്ഷിതമായ സ്ഥലത്ത് കൂട്ടിലിട്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുപോലും നഷ്ടപ്പെടാതെ കിട്ടും. നമ്മുടെ കയ്യിൽ നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ മേടിക്കുന്നവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന സാഹചര്യം വീഡിയോ എടുത്ത് മുന്നേ അയക്കാൻ പറയാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും അതിൽ ഫോൾട്ട് കാണും. ഒന്നുകിൽ പുറമേ തുറന്നിട്ട കൂടായിരിക്കും, കമ്പിവലക്കൂട്, അപ്പോൾ തണുപ്പടിച്ചിട്ട് ഇത് വരും. ചിലപ്പോൾ വൃത്തിയില്ലാത്ത കൂടായിരിക്കും, ക്ലീനിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ തീറ്റപാത്രം വെള്ളം പാത്രം വൃത്തി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല വേനൽക്കാലത്താണ് കുഞ്ഞുങ്ങൾ എടുക്കണമെങ്കിൽ നട്ടപ്ര വെയിലത്തായിരിക്കും ചിലപ്പോൾ ബ്രൂഡർ കിടക്കുക. അപ്പോൾ ചൂട് ഓവറായിട്ട് പ്രശ്നങ്ങൾ വരും. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ മേടിക്കുന്നവരുടെ എല്ലാവരോടും വളർത്തുന്ന സാഹചര്യം വീഡിയോ എടുത്ത് തരാൻ പറയാറുണ്ട്. അത് നിങ്ങൾക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ന്യായമായൊരു വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഒരാഴ്ചയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ കോഴിക്കുഞ്ഞുങ്ങളാണോ എന്നൊക്കെ ചിലർ ചോദിക്കും. അപ്പോൾ ഇതാണ് കാര്യം. ഡിമാൻഡുള്ള പുള്ളിക്കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അത് 1000 രൂപയ്ക്ക് നിങ്ങൾ 10 എണ്ണം എടുക്കുമ്പോൾ, ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങൾ എടുക്കുമ്പോൾ അത് മൊത്തം വളർന്ന് വലുതായി ഗുണത്തിലേക്ക് ആയാലേ നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത ട്രിപ്പ് കോഴിക്കുഞ്ഞുങ്ങൾ എടുക്കാനൊക്കെ തോന്നുള്ളൂ. പിന്നെ ഇതിൽ നഷ്ടം വരാൻ ചാൻസ്, ഇതിലിപ്പോൾ 10 എണ്ണം എടുക്കുന്ന സമയത്ത് ഇതിൽ ചിലപ്പോൾ 6 എണ്ണം പൂവനാവാൻ ചാൻസ് ഉണ്ടാകും, ചിലപ്പോൾ 7 എണ്ണം പൂവനാവാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നം വന്നാലും, അപ്പോൾ ഒരു 3 പെടയും ഒരു പൂവനുമായിട്ട് നിർത്തിയിട്ട് ബാക്കി പൂവന്മാരുടെ ഷേപ്പിലേക്ക് കോഴികൾ വരണമെങ്കിൽ, നല്ല ആകാര വടിവിൽ വരണമെങ്കിൽ ഒരു 7-8 മാസം എടുക്കും. അത്രയും കാലം തുറന്നിട്ട് വളർത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ 8 മാസം 9 മാസം വളർത്തിയിട്ട് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി പൂവന്മാർ വളർത്തുകയാണെങ്കിൽ ഒരു 1000 1200 1500 അതിൻ്റെ മുകളിൽ റേറ്റ് ഇപ്പോഴും കിട്ടും. അപ്പോൾ പൂവന്മാർ കൂടുതലാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതാണ് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ എടുക്കുമ്പോൾ ഒരു പ്രശ്നം, വേറെ കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ പേരൻറ്റ് സ്റ്റോക്കിന് എന്തായാലും നമ്മളൊരു കുറച്ച് കാലം കഴിഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ വലിയ കോഴികളുണ്ടാകും. പക്ഷെ എന്തായാലും 1000 1200 ആ റേഞ്ചിലേ നമ്മൾ വലിയ പേരൻറ്റ് സ്റ്റോക്ക് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ 94 95 55 13 37 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി. പെട്ടെന്ന് വിൽപ്പന ഡീറ്റെയിൽസ് അറിയാനുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ചാനലിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യാം. ഫസ്റ്റ് കമൻ്റായിട്ട് കണ്ടില്ലെങ്കിൽ ആരെങ്കിലും ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ഓർത്തെടുത്തിട്ട് പിന്നെ ആ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ അമ്മാടത്തിനടുത്ത് കോടന്നൂരാണ് സ്ഥലം കേട്ടോ.